രണ്ട് സൈഡിലെ മരങ്ങളെല്ലാം കൂടെ റോഡിലോട്ട് ഇങ്ങനെ പടർന്ന് കടന്ന് തിരിച്ചു വരുമ്പോ ഒടിഞ്ഞു വീഴായിരുന്നു. കണ്ടോ, ഒറ്റ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. രണ്ട് സ്കൂട്ടർ അല്ലേ. നല്ല വഴി ഉണ്ടായിരുന്നു കൈസ്, താഴെ കൂടെ എങ്ങാണ്ട് ഞങ്ങളെ പൊട്ടവഴി കൂടെ കൊണ്ടുവന്നാണ്. അതാ ഞാൻ നിന്നോട് പറഞ്ഞോണ്ട് നല്ല രസമുണ്ട്. വ്യൂ മുത്ത് ഫ്രണ്ട് വലിയ കുഴിയാണ്. ഇതപ്പൊ അങ്ങോട്ട് എങ്ങനെ ഈ കാറുകാർ പോയി? ഇവിടെ ആണെങ്കിൽ രണ്ട് സൈഡിലും മരത്തേലൊക്കെ യെല്ലോ കളർ പൂവുള്ള രണ്ട് സൈഡിലും മരമാണ്. എന്താ മരം അതിന്റെ പേര്? ഇവിടെ ഒരു പാലമാണ് ഗൈസ്. ആയോ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടാന്ന്? ലേക്കിലോട്ടാണ്. അയ്യോ, ഇവിടെ ഒന്നും മഴയില്ല, മഴ പൊടിക്കുന്നു. ഈ ലേക്കുണ്ട്. ഞങ്ങള് മാപ്പിട്ട് വന്ന സ്ഥലത്തിന്റെ പേര് എന്താന്ന് വെച്ചാല് എന്തായിരുന്നു? വെണ്ണമ്മ ലേക്കോ? കണ്ണമ്മല്ല, വെണ്ണം. വെണ്ണമ്മ ലേക്ക്. കണ്ണമ്മ. അങ്ങനെ നമ്മള് ഗ്രാമപ്രദേശത്തുനിന്ന് ചെറിയ വഴിയില് അങ്ങോട്ട് പോക്കോട്ടെ. 5 മിനിറ്റ്. നല്ല എന്തായാലും പൈസ കൊടുക്കാവൂന്നായിരിക്കും. പൈസ കൊടുക്കാനോ? ആയിരിക്കും. പിന്നെ കയ്യില് പൈസ കൊടുത്ത് കാണിച്ചു തരും. അങ്ങനെ ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ചു. പിന്നെ അടുത്ത് വന്നപ്പോ എന്താണ് തരാമോ നിങ്ങൾ എന്തെന്ന് ചോദിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡിൽ കൂടെ ഞങ്ങൾ കേറി ഗൈസ് അകത്തോട്ട്. വണ്ടി ഫുള്ള് ചളയായി കാണും. പക്ഷെ ഇത്ര നേരം വന്നാല് കിടക്കാച്ചി വഴി. ജാർഖണ്ഡുകാരൊക്കെ പോയിട്ട് വരും. അങ്ങോട്ട് പോയിരുന്നത് അവരെല്ലാം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടല്ലോ. അവിടെ ചെന്നിട്ട് വല്ലതും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. നമുക്ക് ഇത്രയും നേരം വണ്ടിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും. തിരിച്ചു പോകുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്താലോ? ഞാൻ വീഡിയോ എടുക്കാം. അമ്മൂന്ന് വണ്ടി ഓടിക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കൂല. എന്തോടാ എന്നെ അത്രക്ക് വിശ്വാസമാണോ? ക്യാബേജ് കൃഷി. ക്യാബേജ് കൃഷി ഉണ്ടോ ഗൈസ്? കിടിലല്ലേ? ക്യാബേജ് ആണ്. മുട്ടക്രോസാണ്. രസമുണ്ട് കേട്ടോ. ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഉള്ള ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ, പന്ന വഴി. ഇച്ചിരി പൊട്ടിയൊക്കെ കിടക്കുന്ന റോഡാ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചുമ്മാ സാധാ റോഡ് പോലെ നോർമൽ. ഇവിടെ എല്ലാം മൊത്തം കൃഷി, ക്യാബേജ്. പിന്നെ മുമ്പേ കണ്ടില്ലേ ഒരു വെള്ളച്ചെടി, അല്ല വെള്ളപ്പൂട്ടുണ്ട്, അതുപോലത്തെ ചെടിയല്ല, എന്തോ കൃഷി. അത് ഈ സ്ഥലം കണ്ട ആ സിനിയുടെ ഒക്കെ വീട്ടിൽ പോയിട്ടോട്ടെ അല്ലേ? അമ്പലം ഇവിടെ ഫുള്ള് അമ്പലവും കാണാം. തിരിച്ചു പോകുമ്പോ നീ റെസ്റ്റ് എടുക്കുന്നോ? ഞാൻ ചിലപ്പോ കുറെ കിടന്നു ധൈര്യമുണ്ട് ഓടിക്കാൻ തന്നെ. അല്ലാണ്ട് ഞാൻ ഇന്നാളല്ല, ഞാൻ തന്നെയല്ലേ ഓടിച്ചത്. ഞാൻ ഫ്രണ്ട് ഇരുന്നിട്ടല്ലേ. നീ പുറകെ പോണ്ട. പിന്നെ അവൻ ഓടിക്കുമ്പോ എന്നെ ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, ദുഷ്ടൻ. എന്നിട്ട് അവൻ പുറകെ പോയിരുന്നു ഉറങ്ങാമെന്ന്. പാട്ടിടാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അതിൽ മിണ്ടി പറഞ്ഞിരിക്കണ്ടേ? മിണ്ടി പറഞ്ഞു ഇവിടെ ഇരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോഴോ എന്തൊരു വെയില്. ഇത്രയും നേരം മഴയായിരുന്നു, വെയിലായി. വീണ്ടും നമ്മൾ കർണാടകയിലോട്ട് പോകുമ്പോ വീണ്ടും മഴയാണല്ലോ. ഇങ്ങനെ എനിക്കാണെങ്കിൽ കൊറേ തുണി അലക്കാനുണ്ട് കൈസ്. മഴ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. മഴ ആയതുകൊണ്ട് തുണി അലക്കാൻ പറ്റും മെഷീൻ്റെ അകത്തിട്ട്, പക്ഷേ അത് വിരിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, മെയിൻ പ്രശ്നം. നല്ല സ്ഥലം ഗൈസ്, കണ്ടോ? രണ്ട് സൈഡിലെ മരങ്ങളെല്ലാം കൂടെ റോഡിലോട്ട് ഇങ്ങനെ പടർന്ന് കടന്ന് തിരിച്ചു വരുമ്പോ ഒടിഞ്ഞു വീഴായിരുന്നു. ചുമ്മാ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ.
മഴയല്ലേ തിരിച്ചു വരുമ്പോ റോഡിലാണ് ഒടിഞ്ഞു വീണത്. നമ്മൾ തന്നെ ലാസ്റ്റ് വെട്ടിമാറ്റേണ്ടി വരും. ഇതിന് ഇവിടെ നിന്നോട്ടാണ് ആ ചേട്ടൻ വഴി. എല്ലാ കളറാണ് വീടിന്റെ വീടല്ലേ അമ്പലം. നമ്മളെപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചാ പോകുന്നേ അല്ലേ? അല്ലേ? ആരും പോകാത്ത സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങള് ഇവിടെ വല്ല മലയാളികൾ വന്നിട്ടുണ്ടോ? യൂട്യൂബിൽ നമ്മൾ നോക്കിയില്ല, നമ്മള് അതിനുള്ള സമയം കിട്ടിയില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ നോക്കാം ഇനി ആരുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ. ഇല്ലെങ്കിൽ നമ്മളായിരിക്കും ഫസ്റ്റ് ടൈം ഇവിടെ പോകും. മുത്തു ഒരു മഴ കണ്ടോ മുത്തു? നമ്മൾ പണ്ട് ഊട്ടി പോയപ്പോ കണ്ടില്ലേ? ഊട്ടിയിലെങ്ങനെ വന്നു? മറ്റേ വെള്ള ഇല കൂട്ട് പച്ച ഇല അല്ല, അങ്ങനത്തെ ഒരു തണുപ്പ് മരം കൂട്ട് കണ്ട, അത് കൂട്ടൊരു മരം. മഞ്ഞടിച്ചിരിക്കുന്നത്. ആ അയ്യോ, നമ്മളെ ഒരു 6 മണി ആകുന്നതിന് മുന്നേ ഇവിടുന്ന് പോകണം. ആട്ട സ്ഥലം തോന്നാട്ടോ. ഇവിടെ എങ്ങും ഒരു വീട് പോലും ഇല്ല. ഒരു വീട് ഒരു മാടക്കട പോലും ഇല്ല ഗൈസ്. നമ്മളാ ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ലാന്നെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? അകപ്പാട് ഒരു അമ്പലമാണുള്ളത്. ഫുഡ് കഴിച്ചില്ല നമ്മൾ എന്തെടുത്തേനെ? ഒരു വണ്ടിക്കാർ പോലും ഇല്ല. നമ്മുടെ മുമ്പിൽ ഒരു ലോറി പോകുന്നുണ്ട്. ആ ലോറി എവിടെ പോവായിരിക്കും? എന്ത് ഇവിടെ ആരിക്കുന്ന ചോദിക്കാൻ വേണ്ടി കണ്ടോ, ഒറ്റ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. 2 സ്കൂട്ടർ അല്ലേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ ഈ കാട്ടി കയറും വേണ്ടി. ഈ ഇത് അടച്ചിട്ടിട്ട് എന്താ മുത്തു ഈ ശവനാറിപ്പൂവിന്റെ മണം നമുക്ക് അടിക്കുന്നേ? മൊത്തം ഇതാട്ടോ. ഇതെന്താ പൂവാ? ശവനാറിയല്ലേ ഇത്? അങ്ങനെ കണ്ടല്ലേ പറയുന്നേ? തിരുവനന്തപുരത്ത് എയർപോർട്ടിന് അത് മൊത്തം ഇതാന്തോ. പണ്ടതായിരുന്നു മൊത്തം ഈ വൃത്തികെട്ട നാട്ടുകാർ. എങ്ങോട്ടാ മുത്തു? മുത്ത് ഏത് സ്ഥലമാ മുത്തു കണ്ടുപിടിച്ചത്? ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓർത്തു എല്ലാം റോഡ് സൈഡിൽ ഇരിക്കുന്ന ലേക്കാണ്. ഇത് കേറി 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 എവിടെ പോയത്? ഈ ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും ഞാൻ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വന്നിട്ട് പറ്റിച്ചിട്ട് പോവാണ്. ഇതില് ഈ ലോറിക്കാരൻ എവിടെ പോവായിരിക്കും? എന്തോ വളമൊക്കെ ആയിട്ട് പോകുന്ന എന്തോന്ന് കൃഷിയിടത്തിലോട്ട്. അതുകൊണ്ട് അങ്ങ് മുത്ത് കണ്ടുപിടിച്ച സ്ഥലമാണ് ഗൈസ്. അഡ്വഞ്ചർ ആയി പോയി. എന്താ സ്കൂട്ടർ വരുന്നതായിരുന്നു തോന്നുന്നു. ബെറ്റർ അല്ലേടാ? നിർത്തിയിട്ട് നോക്കട്ടെ. പുറകിലൊരു അപ്പച്ച സ്കൂട്ടർ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ട്രാവലറൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല ഇച്ചിരി കൂടെ ഉണ്ട് പോകാൻ വേണ്ടിട്ട്. ഒരു 4 മിനിറ്റ് 1.5 കിലോമീറ്റർ. അത് കഴിയുമ്പോ നമ്മളിപ്പോ അങ്ങ് എത്തും. അവിടെ എന്തുവാണോ എന്തോ ഇതങ്ങാണം കള്ളത്തരവാണ്. ഇൻസ്റ്റാഗ്രാമിൽ വെയിലിട്ടോണേ ഞാൻ വില ചീത്ത പറയുന്നത്. ഒരു ചെറുക്കനെ ഇത്ര നേരമായിട്ട് കണ്ടത്. അവര് ഡ്രോൺ വെച്ചിട്ടങ്ങാണ്ട വീഡിയോ ഇട്ടേക്കുന്നത്. എനിക്ക് വന്ന് അപ്പുറത്തങ്ങാണ്ട് നിന്നിട്ട് ഡ്രോൺ വെച്ചെടുത്താണ്. ഡ്രോൺ വെച്ചെടുത്തപ്പോ അവർക്ക് നല്ല രസമായിട്ട് ആ പ്രദേശം മൊത്തം നല്ല രസം. മുമ്പേ കണ്ട ചെടി എവിടെ വീണ്ടും വെച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടൊന്ന് ഇറങ്ങിപ്പോയി പറിച്ചു നോക്കിയാലോ മുത്തു? ഇവിടെ പയറാടാ, ചെറിയ പയറിന്റെ പൂവിട്ട്. നെക്സ്റ്റ് റൈറ്റ്. എവിടെ മെയിൻ റോഡ് വെള്ള വരയിട്ട റോഡ്. അയ്യോ ഇത് എവിടെ നിന്ന് വഴിയാ? പറ്റിച്ചേ ഗൈസ്, ചേച്ചി പറ്റിച്ച്. ഗൂഗിൾ മാപ്പ് ചേച്ചി നല്ല വഴി ഉണ്ടായിരുന്നു ഗൈസ്. താഴെ കൂടെ ഞങ്ങളെ പൊട്ട വഴി കൂടെ കൊണ്ടുവന്നെയാണ്. അയ്യോ നല്ല കണ്ണാടി പോലത്തെ റോഡ്. നല്ല വഴി. ഇപ്പൊ പുതുതായിട്ട് എങ്ങോട്ട് ടാറിട്ട റോഡാന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമാതിരി ശബരിമലയ്ക്ക് പോയ അവസ്ഥയിലായി. ഓഫ് റോഡിൽ കൂടെ വന്ന കൂട്ടാ ഞങ്ങള് വന്നത്. ഇത് കൊണ്ട് കിടക്കുന്ന റോഡ് ഉണ്ട്. ആ ഇവിടെ വന്നപ്പോ നല്ല വഴി. ഇവിടെ വീഡിയോ എടുക്കാൻ കുഞ്ഞു ലേക്കല്ല, അത് തോടായിരിക്കും. പെരുമാമ്പ് റോഡ്. അയ്യോ ഒരാളെ സ്ഥലം ആഹാറായപ്പോ ആരും വിളിക്കാതെ അങ്ങ് എണ്ണീച്ചു. ഹലോ എന്നൊക്കെ പറഞ്ഞു എണ്ണീച്ചു. എടാ നീ ഇപ്പൊ എണ്ണിച്ച എന്തിനാടാ? മുമ്പ് എണ്ണിക്കണ്ടായിരുന്നോ? ഇവിടെ മുത്തു ആണെങ്കിൽ നമ്മളെയും കൊണ്ട് എന്താണ്ട് ഉടുക്കുവരി കൂടെ ചക്ക കൊണ്ടുവന്നേ. ആ ഊട്ടി പോയപ്പോ മുത്ത് കൊണ്ടുപോയില്ല. അതേപോലുള്ള വഴിയെ കൂടെ ചക്കു നമ്മൾ ഇതുവരെ നമ്മൾ
എത്തിയിരിക്കുന്നത് guys. അവിടെ ഫുള്ള് കാറ്. എവിടെ ഫുള്ള് ഓ അങ്ങറ്റത്ത്. ഇതാണ് നമ്മൾ കാറുകാർ അതാ ഞാൻ നിന്നോട് പറഞ്ഞോണ്ട് അങ്ങ് ലേക്ക് കാണുന്നുണ്ടോ ഗൈസ്. അവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടിട്ട് ഇരുന്നേ. പക്ഷെ അത് ഭയങ്കര വെയിലാണല്ലോ മുത്തു. ചക്കു കറക്റ്റ് സമയത്ത് എണ്ണീച്ച്. ചക്കു ഇനി ഉറങ്ങല്ലേ? അയ്യമ്മേ റീല് കണ്ടു അങ്ങൊരു മലയുണ്ട് കേട്ടോ. ഇവിടെ വന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ഇതിലെ കാറുകളൊക്കെ പോയേക്കുന്ന പാട് കണ്ടോ? അതിലെയാണോ ഇങ്ങനെ കറങ്ങി വരുന്നത്? ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എണീച്ചപ്പോ തന്നെ ലേറ്റ് ആയി. അപ്പൊ ഞാൻ മുത്തിനോട് പറഞ്ഞാണ് മുത്തേ പോകണ്ടേ, എല്ലായിടത്തും പോകുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു ഒടത്തും പോകണ്ടേ, നമുക്ക് റെസ്റ്റ് എടുക്കാം, രാവിലെ മഴക്കാറായതുകൊണ്ട്. ഇങ്ങ് വരെ നമുക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി നിൽക്കാം. ഇത് എതിലെയാണ് ഇറങ്ങുന്നേ? അതിലായിരുന്നോ വരണ്ടി? വരണ്ടി അതിലായിരുന്നോ? ഇതിപ്പോ താഴോട്ട് അതിലിറങ്ങിപ്പോ ലേക്കിലോട്ട്. ഈ വഴിയാണ്. ആ ഇതിലെ താഴോട്ട് ഗൈസ്. അങ്ങനെ ഇതെന്ത് ഈ നോക്കിയാണോ ഒന്ന് ഇറങ്ങിട്ട് ഈ വഴി തന്നെയാണോ ഒന്ന്? അവിടെ അമ്മച്ചി പറഞ്ഞു ഈ വഴിയാണോ പറഞ്ഞു. താഴോട്ട് വഴിയുണ്ടോ നോക്കി. ആ ഉണ്ട്. ഈ വഴി താഴോട്ടാണ് ഗൈസ് പോണ്ടേ, ഈ ചെറിയ വഴി. ഭയങ്കര വെയിലാണ് ഗൈസ്. ഈ വഴി താഴോട്ട് ഇറങ്ങി നമ്മൾ ആ ലേക്കിന്റെ സൈഡിൽ പോയി വണ്ടി നിർത്തും. അവിടെ തിരിക്കാൻ പറ്റുമോ? അവിടെ ഇഷ്ടമല്ലേ? അവിടെ വലിയ സ്ഥലമല്ലേ ഇത്? നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഭയങ്കര വെയിലായി ഗൈസ്. ഇവിടെ മഴയൊന്നും പെയ്തില്ല. വന്ന വഴി മൊത്തം മഴയായിരുന്നു. ഇപ്പൊ മഴയില്ല ഒന്നും. എന്ത് ചാരല്ലേ ചക്കു കൈയിട്ട് കളിച്ചു. ഓക്കെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ. ഓക്കെ ഓക്കെ ഹാപ്പി ചിരി പൊട്ടിച്ചിരി. ഇവിടെ ആൾക്കാർ ചൂണ്ടയിടുന്നു. ആ ഇവളോട് ഞാൻ പറഞ്ഞ അവര് ചൂണ്ട മേടിച്ചോണ്ട് വരാം. പിന്നെ രാവിലെ വന്ന് നമുക്ക് ഇവിടെ ചൂണ്ട ഇടായിരുന്നു. മീനെ നീ എന്ത് കൊടുക്കാനാ? നമുക്ക് വീട്ടിൽ കൊണ്ട് പറയാം. ഇല്ലേ കുപ്പി? വലിയ ചള്ളക്കുരിയാണ് ഫ്രണ്ടിലെ. നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം വരാം. ഫ്രണ്ട് വലിയ കുഴിയാണ്. ഇതപ്പൊ അങ്ങോട്ട് എങ്ങനെ കാറുകാർ പോയി? ആ ചള്ളയെ കൂടെ ഇറക്കി അങ്ങ് പോവുന്ന ബൈക്ക് ഉണ്ട് സൈഡില്. ഫ്രണ്ടിലൊക്കെ വലിയ ചള്ളക്കുരിയാണ് കൈ സമയം. ഈ സൈഡിലും കുഴി. നീ ആ സൈഡിലോട്ട് എടുക്കണ്ടേ? കുഴി കൂടെ ചാടി അങ്ങ് പോവാ. സൈഡിലോട്ട് എടുക്കണ്ട, സൈഡിലോട്ട് എടുക്കണ്ട, കുഴി കൂടെ ചാടി അങ്ങ് പോകും. അങ്ങേരത്ത് ആൾക്കാരൊക്കെ മീനെ പിടിക്കുന്നു ഗൈസ്. പിന്നെ കാറയിൽ ആൾക്കാരൊക്കെ വന്ന് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുകയോ ചോദിച്ചാൽ ചായ ഇട്ടോളൂ വന്നാൽ നമുക്ക് ചായ കുടിക്കാം അല്ലേടാ? ബിരിയാണി വേണ്ട, ചായ കുടിക്കാം. ഇപ്പൊ 4 മണിയായി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. എന്നിട്ട് ഇവരൊക്കെ ടേബിളൊക്കെ അങ്ങനത്തെ പോയാലും ഇതിൽ ഇറക്കാൻ പറ്റുമോ? ഇതിൽ ഇറക്കാൻ പറ്റും ഈ അഴുക്കിനകത്ത്. ഞാൻ പറഞ്ഞില്ല നിന്നോട് ആ സൈക്കിൾ എടുത്തോണ്ട് വരാം. അപ്പൊ നീ പറഞ്ഞ വേണ്ട. അതുകൊണ്ട് ആ കൊടില് ആ ചെറുക്കൻ സൈക്കിൾ ഓടിക്കുന്നതിന്റെ അവിടെ ആയിട്ട് ഈ കാറിനപ്പുറത്ത്. ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ പയ്യെ തിരക്കാൻ തോന്നില്ലേടാ? നമുക്ക് തന്നെ ഇവിടെ കാണും നിർത്താം. ഗൈസ് കണ്ടോ ഗൈസ്? നല്ല രസമില്ലേ ഗൈസ് കാണാൻ? നമുക്ക് ഇവിടെ നിർത്താം. ഇപ്പം ഇവിടെ
നമുക്ക് സമാധാനത്തോടെ ഫോട്ടോ എടുക്കാം. ഇതാണ് ഇവിടെ നിർത്തറ, ഇവിടെ ആയിട്ട്. ആ ഇവിടെ പക്ഷെ ഭയങ്കര വെയിൽ. ഗൈസ് നോക്കൂ ഗൈസ്, നല്ല പൊളി സ്ഥലം കണ്ടോ. ഞങ്ങളിവിടെ വണ്ടി കണ്ടോ, ഇത്രേ അടുത്താണ് കിടക്കുന്നത്. അങ്ങോട്ടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പറക്കുന്ന മുടിയെല്ലാം കണ്ടോ, അങ്ങോട്ടെല്ലാം പുറകിലെല്ലാം ഇഷ്ടംപോലെ വണ്ടിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒത്തിരി തിരക്കായിട്ടൊന്നുമില്ല, നല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഇവിടെ വന്നപ്പോൾ പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ചക്കുവിന് സൈക്കിളൊക്കെ എടുത്തോണ്ട് വരണമായിരുന്നത്. പക്ഷെ എടുത്തോണ്ട് വന്നില്ല. പക്ഷെ ഞങ്ങൾ ഇനി ഒന്നുകൂടെ വരും ഇവിടെ. കുറച്ചു നേരം ചക്കുവിൻ്റെ കൂടെ കളിക്കട്ടെ കേട്ടോ. ചക്കു ചക്കു മുത്തേ നോക്കടാ, എന്താ നാട്ടുള്ള വെള്ളമാണോ? ഷൂ നനയില്ലേ ചക്കു? തിരിച്ചു പിടിക്കടി, ഇങ്ങനെ ചക്കും മുത്തും കൂടെ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ തുടങ്ങി ഗൈസ്. പക്ഷെ നല്ല പൊളി സ്ഥലമാണ്. നോക്കണ്ടോ, അങ്ങൊക്കെ കുറേ അങ്ങ് നമ്മൾ കയറി വരുന്നിടത്തും കുറേ വണ്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വലിയ തിരക്കില്ലാത്ത ഇടത്ത് വണ്ടി നിർത്തിയിട്ട്. പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. വന്നിട്ട് ഫുഡൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ നിന്ന് ഫുഡൊക്കെ കുടിക്കായിരുന്നു. ഒരു വീട് എടുക്ക, നീ അവിടെ ഓടി വാ. അങ്ങനെ ഞങ്ങള് ഇവിടെ ഇപ്പൊ വന്നിട്ട് 1-2 മണിക്കൂറാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന മാറ്റ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങ് എത്തിയിട്ടുണ്ട്. രണ്ടുപേര് കുടയും പിടിച്ച് ലേക്കിന്റെ ഭാഗത്തോടെ നടന്നു പോകുന്നു. ആ സ്പൈഡർമാൻ പിന്നെ പുതിയ കുടയാണ്, സ്കൂളിൽ പോകാൻ വേണ്ടി മേടിച്ച. ഇപ്പൊ അവന്റെ ഉടുപ്പും കുടയല്ല, അതുകൊണ്ട് ഒരേ കളർ ഇരിക്കുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്, അടിപൊളി. എന്തോരം ലേക്കാന്നറിയോ, ഇവിടെ ചൂണ്ടയും കൂടി ഇടാൻ വന്നാൽ നല്ല രസമായിരിക്കും. ഇല്ലടിയമ്മോ, വെറുതെ വന്ന് ചൂണ്ട ഇട്ടിട്ട് പോകാമായിരുന്നല്ലേ. നമുക്ക് ഇനി ഒരു വട്ടം കൂടെ വരാം, നല്ല രസമുണ്ട്. എനിക്ക് സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ട്. ആ രാവിലെ വരണം. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് വൈകുന്നേരം പോണം അല്ലേ. ചക്കുപ്പിക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചക്കുപ്പി ഇവിടെ നിന്ന് ഇപ്പൊ വരുന്നില്ല. ഞാൻ കുട തന്നെ പിടിക്കണ, പറന്നു പോണ. എന്തുവാ ആണ് അവൻ്റെ കൂടെ കളിച്ചില്ലെന്നാണ് ഭയങ്കര പരാതി. കുട നേരെ പിടിച്ചില്ലെങ്കിൽ കുടയുടെ കൂട്ടത്തിൽ പറന്ന് നീ ലേക്ക് പോയി കിടക്കും. ഓ ഗായ്സ്, മഴ കൂടുന്നു ഗായ്സ്. അയ്യോ ഇത് ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. എനിക്ക് മാത്രം കുടയില്ല ഗായ്സ്. ഇപ്പൊ മഴ നനഞ്ഞോണ്ടിരിക്കുവാണ് ഗായ്സ്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ നാല് ശേഷം ഇങ്ങനെ വന്നിരുന്നു മഴയൊക്കെ തന്നെ. അയ്യോ അയ്യോ ഭയങ്കര മഴ. ഉടനെ കയറ്. ഇവനെന്തിനാ നിന്റെ ഇടയിൽ കയറിയ കുട എന്തിനാ നിന്റെ? അവരുണ്ടൊരു വണ്ടിക്കകത്ത് കയറി ഗൈസ്. അപ്പോൾ മഴ കുറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. കുറേ നോക്കട്ടില്ലെങ്കിൽ അത് തിരിച്ച് വീട്ടിൽ പോകാം. എന്നാൽ ഞങ്ങൾ വണ്ടിക്കകത്തോട്ട് കയറട്ടെ. ഭയങ്കര മഴ കേട്ടോ. ഇവിടുന്ന് വന്നവരെല്ലാം പോകാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് എത്ര വണ്ടി ഉണ്ടാകുന്നറിയോ? ഇപ്പോൾ 1, 2, 3 വണ്ടിയുള്ളൂ. ആ 2 വണ്ടി ഇപ്പോൾ വന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നേരത്തെ വന്നതാണ്. ഇവരെല്ലാം പോവാണ്. ഇവിടെ നിൽക്കുന്നത് സേഫ് ആണെന്ന് അറിയത്തില്ല. പോകുന്ന വഴി ഭയങ്കര കാടാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇനി അടുത്തൊരു പ്രാവശ്യം വീണ്ടും വരുന്നതാണ്. നോക്കട്ടെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റും. നല്ല രസമുണ്ട് ഇവിടെ, അടിപൊളിയാണ്, ഭയങ്കര വൈബ് സ്ഥലം. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ പെട്ടെന്ന് നാളെ കാണാം. ചക്കുപ്പി ആണെങ്കിൽ മഴയൊക്കെ ആയിട്ട് പുറകെ പെരുമുണ്ട്. അതുകൊണ്ട് ചക്കുപ്പി ഇരിക്കുന്നു. ബൈറോളാ അമ്മോസ് ഇവിടെ എല്ലാവരും മഴ നനഞ്ഞിരിക്കുകയാണ്, ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂറുണ്ട്. അയ്യോ പെരക്കി പക്ഷേ വണ്ടിക്കകത്തോട്ട് വെള്ളം അടിച്ച് കയറുന്നു. അപ്പോൾ ഗൈസ് നാളെ കാണാം, ബൈ.